ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ പവിത്രത്തിന്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ അഭിലാഷ് രാധയെ കാണാനായിട്ട് വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ കയ്യില് ഒരു പൊതിയൊക്കെ ആയിട്ടാട്ടോ ആൾ വരുന്നത്. അപ്പൊ ഭയങ്കര സന്തോഷത്തോടെ അയ്യപ്പൻ ചെന്ന് സ്വീകരിക്കുകയാണ്. വാ മോനെ, നിങ്ങളെ നോക്കി നിൽക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഇവരെ കണ്ടപ്പോ തന്നെ രാധയ്ക്ക് ആകെ ടെൻഷനും കിളി പോയ പോലെ ആയിട്ടോ. അപ്പം വേഗം അമ്മേ അമ്മ ഒന്നിങ്ങി വന്നേ എന്ന് പറഞ്ഞോണ്ട് വേഗം തന്നെ മാലതിയെ വിളിച്ചോണ്ട് അപ്പുറത്തേക്ക് പോവാണ് കേട്ടോ. യൂണിഫോം മാറ്റി ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോയതായിരിക്കും. മോമ്പാ, എന്താ ഇത്? സ്കോച്ചാ? ഈശ്വരാ, സ്കോച്ചോ? ഒരു നല്ല കാര്യത്തിന് വരുന്നതല്ലേ, മുന്തിയത് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. നീ മാമോനെ അകത്തേക്ക് ഇരിക്കാം എന്ന് പറഞ്ഞ് ഇവരെ അകത്തേക്ക് കൊണ്ടുപോവാണ്. അപ്പൊ മാലതിയോട് കാര്യം പറയുകയാണ് രാധ. മോള് നേരാണോ പറയുന്നത്? അമ്മ ഒന്ന് ഓട്ടോ സ്റ്റാൻഡിൽ ഒന്ന് അന്വേഷിച്ച് നോക്ക്. കൂലിത്തല്ലും പിടിച്ചുപറിയുമായി നടക്കുന്ന ബോബിയുടെ ടീമിലുള്ളവനാ അവൻ. പേര് അഭിലാഷ്. അവന്റെ ഭാര്യ വരെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ കേസ് കൊടുത്തതാ. ഭാര്യയോ എന്ന് ചോദിച്ചോ. ഫ്രീ ആയി കള്ള് കിട്ടുമെന്ന് ഉറപ്പായപ്പോ അച്ഛൻ എന്നെ വരെ അയാൾക്ക് വിൽക്കാൻ തീരുമാനിച്ചു. അല്ലേ അമ്മേ എന്നിങ്ങനെ ചോദിക്കാണ് രാധ. അച്ഛൻ ഇത്രത്തോളം പോവെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതേയില്ല എന്റെ മോളെ. അത് അറിഞ്ഞുകൊണ്ട് അമ്മ ഒരിക്കലും കൂട്ടു നിൽക്കില്ല. ജീവിതകാലം മുഴുവൻ നീ കെട്ടിയില്ലെങ്കിലും വേണ്ടില്ല. ഇതിനുള്ള മറുപടി ഈ അമ്മ കൊടുത്തോളാം എന്ന് പറഞ്ഞ് വേഗം തന്നെ മാലതി അവിടെ ഇരുന്നൊരു വെട്ടുകത്തി എടുത്തുകൊണ്ട് അങ്ങ് പോവാണ്. അമ്മേ അവിടെ നിൽക്ക് എന്ന് പറഞ്ഞു. എന്താ ഇത് അങ്ങനെ അവസാനിപ്പിച്ചാ പോരമ്മേ, അത് ശരിയാവൂല എന്ന് പറഞ്ഞു. വിചാരിക്കുന്ന പോലുള്ള ആളുകളല്ല അവര്. ഏത് നിലയ്ക്കും ചിലപ്പോ പ്രതികരിച്ച് കളയും. അതിന് ഒരു വഴിയേ ഉള്ളൂ. അപ്പൊ ഫോൺ എടുത്ത് കൈ പിടിച്ചിരിക്കാം. മോളെ, ഒരു 3-4 ഗ്ലാസ് കുറച്ച് വെള്ളം ഇങ്ങെടുത്തോ എന്ന് വിളിച്ചു പറയാം. ഇയാളെ ഞാൻ തൊട്ട് നക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും എടുത്തോ. ഇയാളെ ഇന്ന് ഞാൻ എന്ന് പറഞ്ഞു. അമ്മ അവിടെ നിൽക്ക എന്ന് പറഞ്ഞ അമ്മ അവിടെ നിർത്തിയിട്ട് രാധ ഫോണും എടുത്ത് നേരെ പുറത്തേക്ക് പോയി വിക്രത്തിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അപ്പൊ വിക്രം സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഓട്ടോ വട്ട് എന്ന് തന്നെയാണ് കേട്ടോ നമ്മുടെ രാധയുടെ ഫോണ്. അപ്പൊ ആദ്യം ബെല്ലടിച്ചു, പക്ഷെ വിക്രം വലിയ ഗവനിച്ചൊന്നുമില്ല. ആള് കണ്ടിരുന്നു. ഇത് ചുമ്മാ വട്ട് കേസായിരിക്കും എന്നോർത്തു. പിന്നെയും രണ്ടാമതും വിളിച്ചപ്പം വിക്രം വേഗം ഫോൺ എടുത്തു കേട്ടോ. എന്താ, എന്ത് വേണം എന്ന് ചോദിച്ചു. ഒന്ന് പറഞ്ഞ് തൊലയ്ക്ക്. അച്ഛൻ എന്റെ കല്യാണം നടത്താൻ പോവാ, ദിവസം അറിയിക്ക്. ഞാന് സദ്യക്ക് ഞാനും വരാം. നല്ല കാര്യം. ചെക്കൻ കാണാൻ വന്നിട്ടുണ്ട്. അതാ അതിന്റെ രീതി. അയാൾക്ക് ഇഷ്ടപ്പെട്ട നിന്റെ വീട്ടിൽ നിന്ന് അങ്ങോട്ടേക്ക് ചെല്ലും. ഇരു വീട്ടുകാർക്കും ഇഷ്ടപ്പെട്ട നിശ്ചയം താലികെട്ട്. ചെക്കൻ ആരാണെന്ന് അറിയണ്ടേ? ഓ വേണ്ട, ഏതായാലും നിനക്ക് ഇഷ്ടപ്പെട്ടല്ലോ, അത് മതി. എന്നാ ഞാൻ പറഞ്ഞില്ലല്ലോ, നിന്ന് കുഴയാതെ ലൈഫ് സെറ്റാക്കാൻ നോക്കടി. ഹലോ എന്ന് പറഞ്ഞു ഫോൺ വെക്കാൻ തുടങ്ങിയപ്പം അതെ, ബോബിയുടെ കൂട്ടുകാരനാ, ബോബിയുടെ ടീമിലുള്ള അഭിലാഷ്. അവൻ ജയിലിൽ നിന്ന് ഇറങ്ങിയോ എന്ന് ചോദിച്ചു വിക്രം. അതൊന്നും എനിക്കറിയില്ല. ഇപ്പൊ കുറച്ച് ഗുണ്ടകളുമായിട്ട് എന്നെ പെണ്ണാലോചിക്കാൻ വന്നിട്ടുണ്ട്. നിനക്ക് വേണമെങ്കിൽ എന്നെ വന്ന് രക്ഷപ്പെടുത്താം. അല്ല എങ്കിൽ ഞാൻ ഇവന്റെ മുന്നില് തല കുനിച്ചു കൊടുക്കേണ്ടി വരും. എന്ത് വേണോന്ന് നീ തന്നെ അങ്ങ് തീരുമാനിച്ചോ എന്ന് വിക്രത്തോട് പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു രാധ. കുറച്ചു നേരം ഒന്ന് ആലോചിച്ചു എന്താ ചെയ്യേണ്ടത്. എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ രാധയുടെ ഇതിന് അപകടമാണ് എന്ന് മനസ്സിലായി. അപ്പൊ പോവാൻ തുടങ്ങുമ്പോഴത്തേനും വേദ അവിടെ നിന്ന് ജനലൊക്കെ തൂക്കാണ്. മിസ്റ്റർ വിക്രമൻ എന്നൊരു വിളി. അപ്പൊ ഒന്നും നോക്കിയില്ല. ആള് വേഗം വണ്ടി എടുത്ത് പോവാൻ തുടങ്ങുമ്പോഴത്തേനും വേഗം വേദ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. വാലിന് തീ പിടിച്ചതുപോലെ പായുന്നുണ്ടല്ലോ, എങ്ങോട്ടാ എന്ന് ചോദിച്ചു. ഇനി അത് നിന്നോട് ബോധ്യപ്പെടുത്തണോ? വേണ്ട, ആരെയോ സഹായിക്കാനുള്ള പാച്ചിലല്ലേ? ആണെങ്കിൽ അല്ല, കാശിന്റെ കാര്യമാണെങ്കിൽ ഈ പോക്കറ്റിൽ വല്ലതും ഉണ്ടാവോ? കാണില്ലല്ലോ. വേണമെങ്കിൽ ഇതേ ഈ വള കൈ വെച്ചോ എന്ന് പറഞ്ഞു. നീ എന്താ കളിയാക്കുക? അതെന്ത് പുകിലാണപ്പനെ. ആരും കാണാതെ എടുത്തോണ്ട് പോവാൻ ഒരു മടിയില്ല. നേരിട്ട് തന്നാൽ വാങ്ങാൻ നല്ലാത്ത മടിയാണല്ലേ എന്ന് ചോദിച്ചു. ഞാൻ മനസ്സറിഞ്ഞ് തന്നാടാ വിക്രമ. ആ വിക്രം, അത് മതി. നിന്റെ മക എന്താ പറയാ, കൂടുതൽ ഡെക്കറേഷൻസ് ഒന്നും വേണ്ട. വേദ, ഇനി ആളം ചേർത്തിട്ട് വലിയ ഡെക്കറേഷൻസ് ഒന്നും ഇങ്ങോട്ടും വേണ്ട എന്ന് വേദ തിരിച്ചു പറയാണ് കേട്ടോ. അപ്പൊ വിക്രം വേഗം പോവാൻ തുടങ്ങിയപ്പോഴത്തേനും അതെ, എങ്ങോട്ടാന്നൊന്ന് പറഞ്ഞിട്ട് പോവും. അതെ, ചോദിക്കാൻ അവകാശമുണ്ടെന്ന് എനിക്ക് തോന്നുന്നവരോട് ഞാൻ പറഞ്ഞോളാം. കേൾക്കാൻ അവകാശമുണ്ട് എന്ന് തോന്നുന്നത് കൊണ്ടല്ലേ ഞാൻ ചോദിച്ചത്. പറയ എന്ന് പറഞ്ഞു. ഒന്നും മിണ്ടുന്നില്ല. അതെ,
ഇത് വേണമെങ്കിൽ ഇത് കൊണ്ടുപോയിക്കോ കേട്ടോ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ, ഒരുപാട് ഇമ്പ്രസ് ചെയ്യാൻ നോക്കല്ലേ, ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട എന്ന് പറഞ്ഞ് വിക്രം എന്താ പറയാ അവിടുന്ന് വേദ ഒന്ന് നോക്കി രൂക്ഷമായി നോക്കിയിട്ട് നേരെ അങ്ങോട്ടേക്ക് പോയി. അപ്പൊ വേദ കുറച്ചു നേരം അവിടെ നോക്കി നിന്നു. എന്നിട്ട് ആളുടെ പോക്കൊക്കെ കണ്ട് ചിരിച്ചോണ്ട് നിൽക്കാണ്. ഒരു വെള്ളവും ഗ്ലാസ്സും ഇങ്ങനെ എടുക്കടി എന്ന് പറഞ്ഞോണ്ട് ഇവൻ ഇങ്ങനെ എന്താ പറയാ അയ്യപ്പൻ സ്കോച്ചൊക്കെ കിട്ടിയ സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കാണ്. അപ്പം മാലതി ഇതേണ്ട വെള്ളമായിട്ട് വന്നു, പുറകെ രാധയും ഗ്ലാസ്സുമായിട്ട് വന്നു. ഒരു ചിരിയൊക്കെ ചിരിച്ചാണ് വിക്രം വരുമെന്നുള്ള സന്തോഷത്തിലെ. അതെ, ഇങ്ങനത്തെ ഒരു പെണ്ണ് കാണൽ ആദ്യമായിട്ടായിരിക്കും അല്ലേ, അല്ല അഭിലാഷേ എന്ന് ചോദിച്ചു. ഉടനെ അയ്യപ്പൻ, ഇതുപോലെ നാണം കെട്ട തന്തമാര് വേറെ എവിടെയും കാണില്ലല്ലോ. എന്താ, അല്ല ഗ്ലാസ് ഒക്കെ വെക്കാൻ പറയായിരുന്നോ? നീ നിർത്തി വെക്കടി മോളെ, അതെ കുടിച്ചു മോന്തട്ടെ. അമ്മ എപ്പോഴും കള്ള് മോന്തുകാന്നാ പറയാ, വെള്ളവും ചായയും കുടിക്കാന്നോ? എന്താ, അയ്യോ 3 ഗ്ലാസ് മതി മോളെ, ഇവൻ കുടിക്കില്ല അല്ലേ അഭിലാഷേ? ആണോ, അത് കഷ്ടായി പോയല്ലോ. അയ്യോ, ഒട്ടും കുടിക്കില്ല? അല്ല വല്ലപ്പോഴും, പക്ഷെ ഇന്ന് വേണ്ട. ഓ, ഇത് നല്ല ദിവസമാണല്ലോ അല്ലേ, അതായിരിക്കും അല്ലേ. ആ, ഒഴിച്ച് കഴിക്ക എന്ന് പറഞ്ഞ് അയ്യപ്പൻ ഒഴിച്ച് മോന്താണ്. ഹോ, എന്തൊരു ബെസ്റ്റ് കല്യാണാലോചന. അയ്യോ, അയ്യപ്പേട്ടൻ ഇത് ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങിയെന്നേ ഉള്ളൂ. അത് നല്ലതല്ലേ മോനെ, ആണുങ്ങളാണെങ്കിൽ രാവിലെ തൊട്ട് മോതണം, അതാണ് അതിൻ്റെ ഒരു ഇത്. എന്താ ശരിയല്ലേ അയ്യപ്പേട്ടാ? നീ എന്താടി എന്നെ താങ്ങിയതാണല്ലോ. അല്ല അയ്യപ്പേട്ടാ, ഞാനേ മൂക്കറ്റം കുടിച്ച് കാല് തുറക്കാതെ ആ തക്കട തിക്കടാന്നുള്ളൊരു നടപ്പുണ്ട്. ഷോ, അത് കാണാൻ തന്നെ എന്തോ ഒരു ചന്തവാ. ശരിയാ, ചെനിപ്പോ വെറും അയ്യപ്പനല്ല, മംഗലാംകുന്നയ്യപ്പനാ. അതാരാ? അതൊരാനയാ എന്ന് പറഞ്ഞു. ഓ, കല്യാണം കഴിയുന്നതോടെ അയ്യപ്പേട്ടനൊരു കൂട്ടായി. പിന്നെ 2 പേരും ഒന്നിച്ച് പിന്നെ എന്ത് രസായിരിക്കും അല്ലേ. അഭിലാഷ് എന്ന് പറഞ്ഞ ആനയുണ്ടോ മോളെ? ഇല്ലെങ്കിൽ എന്താ, ഏതെങ്കിലും ഒരാനയുടെ പേരിട്ടങ്ങ് വിളിച്ചാ പോരെ. എന്താടി നിന്റെ സ്വരത്തിലൊരു പുച്ഛം? ഇല്ല അയ്യപ്പേട്ടാ, സ്വന്തം മകളെ ഒരു കുപ്പി കള്ളിന് വേണ്ടി ഏതോ ഒരു ഗുണ്ടയ്ക്ക് കെട്ടിച്ചു കൊടുക്കാൻ പോകുന്ന അച്ഛനോട് എനിക്കും എൻ്റെ മോക്കും ബഹുമാനം മാത്രമേ ഉള്ളൂ അല്ലേ മോളെ? അത് ശരി, അപ്പൊ നിങ്ങൾ ഇത്ര നേരം ഞങ്ങളെ പരിഹസിക്കുമായിരുന്നല്ലേ? ഇത്ര നേരം ഇവിടെ ഇരുന്നിട്ടും തനിക്ക് മനസ്സിലായില്ലല്ലേ എന്ന് ചോദിച്ചപ്പം ഇവൻ ചാടി എഴുന്നേറ്റു. ഡീ, മര്യാദയ്ക്ക് സംസാരിക്കണം, മര്യാദ ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യൂടി എന്ന് ചോദിച്ചു. മോനെ വെടക്കാക്കല്ലേ, സംസാരിക്കാം. അഭിലാഷ് ഗുണ്ടയാ, ആടിക്കും തല്ലിനും ജയിലിൽ പോയിട്ടുണ്ട്. നിങ്ങളുടെ മകളും ഒരുത്തന്റെ പിന്നാലെ ആയിരുന്നല്ലോ, അവൻ പിന്നെ എന്താ ചെയ്തോണ്ടിരുന്നത്? അതെ, പിടിച്ചു പറവിനും ഗുണ്ടാപ്പിരിവിനും കൊട്ടേഷനും വേണ്ടിയിട്ട് വിക്രമേട്ടൻ ആരെയും തല്ലാൻ പോയിട്ടില്ല. തല്ലുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നില് ഒരു ന്യായമുണ്ടായിരിക്കും. മതിയടി, നിർത്ത. നിന്റെ കല്യാണം എങ്ങനെ എപ്പ വേണോന്ന് ഈ അയ്യപ്പ തീരുമാനിക്കും എന്ന് പറഞ്ഞു. മോനെ അഭിലാഷേ, നീ തന്നെ ഇവനെ കെട്ടണം, ഈ അയ്യപ്പൻ കെട്ടിച്ച് തന്നിരിക്കും എന്ന് പറഞ്ഞ അയ്യപ്പൻ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയത്ത് കറക്റ്റ് സ്പോട്ടില് വിക്രം അങ്ങോട്ടേക്ക് വന്നു കേട്ടോ. എന്നാ പിന്നെ അത് മാത്രം പോരല്ലോ, മറ്റൊരാളോട് അനുവാദം ചോദിക്കണമല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് വിക്രം വന്നു കേട്ടോ. വിക്രമേട്ടനെ ഇങ്ങോട്ട് വരുത്തണോ അതോ നിങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നോ എന്ന് ചോദിച്ചോ. അല്ല, കുറച്ചു ഫർണിച്ചറേ ഉള്ളേ, അടിപിടി നടക്കുമ്പോ അത് കേടാവണ്ടല്ലോ എന്ന് കരുതിയിട്ട് ചോദിച്ചതാ. വട എന്ന് പറഞ്ഞ് ഇവന്മാര് ചാടി അങ്ങ് ചെന്നു. പിന്നെ പറയണ്ടല്ലോ, വിക്രം പാടെടുത്തിട്ട് അങ്ങ് അടിച്ചു കേട്ടോ. അവന്മാര് ഓടുകയാണ് കേട്ടോ. ദാ, ഇനി ഈ വീടിന്റെ പരിസരത്തെങ്ങാണ് നിന്നെ കണ്ടാൽ, ഈ മുറ്റത്ത് വേഷം കെട്ടി വന്നാൽ പോടോ എന്ന് പറഞ്ഞ് അവനെയും അടിച്ചോടിക്കുകയാണ് കേട്ടോ. അപ്പൊ വേഗം തന്നെ അയ്യപ്പൻ ഡാ എന്ന് വിളിച്ച്, എന്റെ വീട്ടിൽ വന്ന് ഞാൻ വിളിച്ചു വരുത്തവരെ അപമാനിക്കാൻ നിനക്കാരടാ അധികാരം തന്നത് എന്ന് ചോദിച്ചോ. എന്റെ മോളുടെ കാര്യത്തിൽ നിനക്ക് അത്ര ധൈര്യം ഉണ്ടെങ്കിൽ താലി കെട്ടി കൂടെ കൊണ്ടുപോകണമായിരുന്നു. ഇപ്പൊ നിന്റെ ഇഷ്ടപ്രകാരം കൊണ്ടു നടന്ന് അവസാനം നിനക്ക് മടുത്തപ്പോ ചവച്ചു തുപ്പി മറ്റൊരാളെ കെട്ടി അല്ലേ? അതല്ലേടി നീ ചെയ്തത്, അല്ലേടാ ചെയ്തത് എന്ന് ചോദിച്ചു. അനാവശ്യം പറയരുത് എന്ന് പറഞ്ഞു. ഇതെല്ലാം കേട്ടോണ്ട് നിന്ന മാലതിയുടെ സകല നിയന്ത്രണവും തെറ്റി. ആ മാലതി അങ്ങോട്ടേക്ക് ചെന്നിട്ട് ആ അയ്യപ്പനെ പിടിച്ചിട്ട് അക്കാരനെ കുറ്റി നോക്കി ഒരൊറ്റ ഒരെണ്ണം അങ്ങോട്ട് പൊട്ടിച്ചു. നാവെടുത്ത് വളച്ച അനാവശ്യം പറയുമ്പോ നിങ്ങൾ ചിന്തിക്കണം, സൂക്ഷിക്കണം. ആരെ പറ്റിയാ നിങ്ങൾ പറയണത്? മകളാത്, മറന്നു പോകരുത് എന്ന് പറഞ്ഞു. താൻ കൂട്ടിക്കൊണ്ടു വന്നവരുടെ മുന്നില്
അങ്ങനെ പെരുമാറാൻ എനിക്കും അവക്കും ധൈര്യമുണ്ടെങ്കിൽ വിളിച്ചാ വെളിപ്പുറത്തെത്തും ഇവൻ എന്നുള്ളൊരു ധൈര്യമുള്ളത് കൊണ്ടാ എന്ന് പറഞ്ഞു. മിണ്ടാ നിൽക്കാണ് അയ്യപ്പൻ. കിട്ടാനുള്ളതൊക്കെ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട്. അപ്പം മാലതി, മോനെ വിക്രം, മോളോട് നിനക്ക് ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അവക്ക് നിന്നെ ജീവനായിരുന്നു എന്ന് എനിക്ക് നന്നായി അറിയാം എന്ന് പറഞ്ഞു. നിന്റെ ജീവിതം നീ തീരുമാനിച്ച സ്ഥിതിക്ക് മോനെ, അവളുടെ ജീവിതം കൂടി ഒരു കരയിലെത്താൻ ഈ അമ്മയെ മോനൊന്ന് സഹായിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ കൈകൂപ്പി ഇങ്ങനെ നിൽക്കുകയാണ്. സഹായിക്കാൻ ഭർത്താവോ ആൺകുട്ടികളോ ഇല്ലാത്ത ഒരു പാവം ഒരമ്മയുടെ അപേക്ഷയാണ്, അത് മാത്രം വിചാരിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ വിക്രം ഇങ്ങനെ നോക്കി നിന്നിട്ട് എനിക്ക് രാധയെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് രാധയ്ക്ക് ഭയങ്കര സന്തോഷം. അത്രേ കേട്ടുള്ളൂ ആള്. പക്ഷേ അതൊരിക്കലും ഒരു പങ്കാളിയോടുള്ള ഒരു ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. അവളുടെ ജീവിതം എന്താണെങ്കിലും ഒരു കരയ്ക്കെത്തുന്നത് വരെ എൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് അമ്മ ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഒരു നല്ല പയ്യനുമായിട്ട് വിവാഹം നടക്കുന്നത് വരെ കാവലിന് ഞാനുണ്ടാവും, ഉറപ്പ് എന്ന് പറഞ്ഞിട്ട് വിക്രം അങ്ങോട്ടേക്ക് പോയി. പക്ഷെ രാധ പിന്നെ സന്തോഷം നിൽക്കുകയാണ്. ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ, അത് മതി. ആ ഇഷ്ടത്തെ ഏതിഷ്ടമാണെങ്കിലും ഞാൻ മാറ്റിയെടുത്തോളാം എന്ന് രാധ ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ജഡ്ജിന്റെ അടുത്തേക്ക് വീട്ടിലേക്ക് ദർശനും ഗായത്രിയും, ദർശനും അമ്മയും കൂടി വരികയാണ്. അപ്പൊ വർഷ ഇത് കണ്ടു. വേഗം തന്നെ ദീപ്തിയോട് ഇരിപ്പുണ്ട്. ആരാ വന്നിരിക്കുന്നത് നോക്കുമോളെ എന്ന് ശങ്കരനാരായണൻ പറഞ്ഞപ്പോഴത്തേനും ഞാൻ നോക്കട്ടെ അച്ഛാ എന്ന് പറഞ്ഞു. അപ്പൊ വർഷ, അതെ നോക്കണ്ട, അത് ദർശനം അമ്മയാ ദീപ്തി എന്ന് പറഞ്ഞു ഓടിച്ചെന്നു കെട്ടിപ്പിടിച്ചൊക്കെ നിൽക്കാണ് കേട്ടോ. അതെ നോക്കുന്നുണ്ടല്ലോ അല്ലേ നീ കുഞ്ഞിനെ, അക്കാര്യത്തിൽ പേടി വേണ്ട. അമ്മ വർഷയുടെ കാര്യത്തിൽ ഒരു സ്പെഷ്യൽ മെനു തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് ശരിയാ. ഓ, ശരിക്കും പറഞ്ഞ കഷായമൊക്കെ ആയിട്ട് കഴിക്കാനാ പാടുന്നേ ഉള്ളൂ. ഈ കുടുംബത്തിന് ആദ്യത്തെ പേരക്കുട്ടിയാ, അപ്പൊ ശ്രദ്ധിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തം അല്ലേ ഗായത്രി എന്ന് ചോദിച്ചു അമ്മ, സാവിത്രി അമ്മ. അതെങ്ങനെയാ മുത്തശ്ശി, അതെങ്ങനെയാ ആദ്യത്തെ പേരക്കുട്ടി? ഞങ്ങളല്ലേ ആദ്യത്തെ പേരക്കുട്ടികൾ. ഇത് നിന്റെ അച്ഛന്റെ കുടുംബമാ, അതായത് അച്ഛന്റെ ആദ്യത്തെ പേരക്കുട്ടിയാ ദേ വരാൻ പോണത് എന്ന് പറഞ്ഞു. ഓ അങ്ങനെ, ശരി ശരി. അതെ വന്ന കാലിൽ ഇരുതിൽക്കാതെ ദർശൻ ഇരിക്കും, കുടിക്കാൻ എന്തെങ്കിലും എടുക്ക എന്ന് പറഞ്ഞു പത്മത്തിനോട്. ഹലോ അഡ്വക്കേറ്റ് ദർശൻ കുമാർ എന്ന് വിളിച്ച് ദീപ്തി. അതെ മൈൻഡ് ചെയ്യാതിരുന്നല്ല കേട്ടോ, സുഖം തന്നെയല്ലേ? ഓ സുഖം എന്ന് പറഞ്ഞു ദർശൻ. അതെ ദർശൻ വാ എന്ന് പറഞ്ഞ ഇവരങ്ങോട്ടേക്ക് മാറി എല്ലാവരും ഇരിക്കാണ്. അമ്പലത്തിൽ നിന്ന് മടങ്ങുന്ന വഴി കയറിയേ ഉള്ളൂ ജസ്റ്റ്. പക്ഷേ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടു പോകേണ്ട തീയതി അതൊന്ന് തീരുമാനിക്കാമല്ലോ. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം 7-ാം മാസത്തില എപ്പോ വേണമെങ്കിലും ആവാം എന്ന് പറഞ്ഞു. ശരി, എന്നാലേ സമയവും ഡേറ്റും തീരുമാനിച്ച ശേഷം ഞങ്ങൾ അറിയിക്കാം. പിന്നെ ഒരു കാര്യം കൂടി പറയാനായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഗായത്രി. അപ്പൊ എല്ലാരും ഇങ്ങനെ ശ്രമയോടെ ഇരിക്കുകയാണ്. എന്താ എന്ന് ചോദിച്ചോ. അല്ല ശങ്കരേട്ടാ, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചെങ്കിലും അതിന്റെ ക്ഷീണം ഞങ്ങൾക്ക് വിട്ടുമാറിയിട്ടില്ല എന്നതാണ് സത്യം. എന്താ ഗായത്രി, അല്ല ഗായത്രി എന്ത് ക്ഷീണത്തിന്റെ കാര്യ പറയണത് എന്ന് ചോദിച്ചു സാവിത്രി അമ്മ. അല്ലമ്മേ, വേദയും ദർശനമായിട്ടുള്ള വിവാഹം നിശ്ചയം വരെ എത്തിയിട്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ, അതാ ഞാൻ പറഞ്ഞത്. ആ വിഷയം എന്തിനാമ ഇപ്പൊ ഇവിടെ എടുക്കുന്നത്? അത് കഴിഞ്ഞില്ലേ? കഴിഞ്ഞു എന്ന് പറഞ്ഞാലും നാട്ടുകാരുടെ ചോദ്യം അവസാനിക്കുന്നില്ലല്ലോ. അത് വേറെ പണിയില്ലാഞ്ഞിട്ടായിരിക്കും. നീ മിണ്ടാതിരി ദർശൻ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ സംഭവിച്ചത് നമ്മുടെ ആരുടെയും തെറ്റുകൊണ്ടല്ലോ ഗായത്രി. അത് തന്നെ വേദമോള് ആരെയും ചതിച്ചോ വഞ്ചിച്ചോ ഇറങ്ങിപ്പോയതൊന്നും അല്ലല്ലോ. ദൈവനിയം തീരുമാനിച്ച വഴി അവള് തെരഞ്ഞെടുത്തു എന്നല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചു അമ്മ. എന്റെ മുത്തശ്ശി, ഒരു കാര്യം പറയട്ടെ, ആരെയെങ്കിലും പ്രേമിച്ചിറങ്ങിപ്പോയെങ്കിൽ സമാധാനം ഉണ്ടായിരുന്നു. ഇതിപ്പോ മഹേശ്വരൻ, പാർവതി, താലി എന്നൊക്കെ പറഞ്ഞ നാട്ടുകാർക്ക് ബോധ്യം വരണ്ടേ അമ്മേ? അതുകൊണ്ടാ ചോദിക്കണത്. ഞങ്ങളുടെ മകന് എന്തോ കുഴപ്പമുണ്ടെന്നും അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് അവൾ റൗഡി എങ്കിൽ റൗഡി എന്ന മട്ടിൽ ഇറങ്ങിപ്പോയി എന്നൊക്കെയാ ആളുകൾ പറയുന്നത്. അമ്മ എന്തൊക്കെയാ പറയുന്നത് എന്ന് ചോദിച്ചു ദർശൻ. ഇങ്ങനെ സംസാരിക്കാനാണോ വന്നത്? ഇതുകൂടി സംസാരിക്കാൻ തന്നെയാ വന്നത്. അച്ഛൻ എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുമുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഗായത്രി ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അതിനിപ്പം എനിക്ക് നിങ്ങളുടെ വിഷമം മനസ്സിലാവും. പക്ഷേ എന്റെ മകള് ചെയ്ത തെറ്റിന് ക്ഷമ അല്ലെങ്കിൽ സോറി പറയാന്നല്ലാതെ എനിക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും?
അതുകൊണ്ട് എൻ്റെ മോൻ്റെ മാനക്കേട് മാറില്ലല്ലോ ശങ്കരേട്ടാ. എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അമ്മ ഇടപെട്ട് സംസാരിക്കാൻ നിൽക്കണ്ട. നമ്മുടെ കുടുംബത്തിന് പറയാനുള്ളത് പറയാതെ ഇറങ്ങാൻ പറ്റില്ല ദർശ എന്ന് പറഞ്ഞു. അപ്പം ദർശൻ ഇങ്ങനെ നിൽക്കുകയാണ്. ഇതെന്തൊരു കഷ്ടവാ എന്ന് ഓർത്ത്. അതെ, ദർശനോട് ആലോചിക്കാതെയാ ഞാൻ ഈ വിഷയം ഇവിടെ അവതരിപ്പിക്കുന്നത്. എങ്കിലും പറഞ്ഞ ഒരു പക്ഷേ അവൻ സമ്മതിക്കില്ല എന്നത് തന്നെയായിരിക്കും അതിനൊരു കാരണം എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടിരിക്കുക, എന്താ പറയാൻ പോണെന്ന്. ഈ വീട്ടിൽ നിന്ന് അവന് നേരിട്ട അപമാനം ഈ വീട് കൊണ്ട് തന്നെ പരിഹരിക്കപ്പെടണം. മനസ്സിലായില്ല. അപ്പൊ എല്ലാവരും ഇങ്ങനെ അതിശയത്തോടെ നിൽക്കുകയാണ്. എന്താ എന്ന് ചോദിച്ചു. ഗായത്രി, എന്താ ഉദ്ദേശിക്കുന്നത് അത് പറയ എന്ന് പറഞ്ഞു മുത്തശ്ശി. അല്ല, അതെ, വളഞ്ഞു പിടിക്കാതെ കാര്യത്തിലേക്ക് വരാലോ. ഇവിടുന്ന് തന്നെ ഒരു ബന്ധം ദർശനുണ്ടായാൽ ഇപ്പൊ തന്നെ ഈ ബന്ധത്തെ അല്ലെങ്കിൽ ഇവിടുന്നുണ്ടായ മാനക്കേട് ഇവിടുന്ന് തന്നെ മായ്ക്കാൻ പറ്റും. മനസ്സിലായില്ല. അവ എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. കൂടുതൽ വിശദീകരിക്കാനൊന്നുമില്ല. ദീപ്തിയെ ദർശന് വേണ്ടി ആലോചിച്ചാൽ കൊള്ളാംന്ന് ഞങ്ങൾക്കുണ്ട്, ഞങ്ങൾ തയ്യാറാ എന്നൂടെ ഗായത്രി പറഞ്ഞു. അപ്പൊ ഇത് കേട്ടപ്പോ ഇവർക്കെല്ലാം ഷോക്കായി പോയി. പ്രത്യേകിച്ച് നമ്മുടെ എന്താ പറയുക, ദീപ്തി കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് കയറിപ്പോയി. ദർശനാണെങ്കിൽ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് ഇറങ്ങിയും പോവാണ് കേട്ടോ. അപ്പൊ ദർശൻ ഇറങ്ങി അങ്ങ് പോയി. ദർശ മോനെ എന്നൊക്കെ വിളിച്ചുകൊണ്ട് ഗായത്രി പുറകെ ചെന്നെങ്കിലും ദർശ നിൽക്കാൻ പോലും കൂട്ടാക്കിയില്ല. ദർശ വണ്ടി എടുത്ത് അങ്ങ് വിട്ടുപോവുകയാണ് ചെയ്തത്. പിന്നെ കാണുന്നത് മാഷിന്റെ വീട്ടിലാണ്. അപ്പൊ ശ്രീജയും എന്താ പറയാ വേദയും കൂടി ചീരയൊക്കെ കറി വെക്കാൻ നോക്കുമ്പോഴത്തേനും ശ്രീജെ, അമ്മ പ്രത്യേകിച്ച് എന്തെങ്കിലും അടുക്കളയിലേക്ക് വാങ്ങണമെന്ന് പറഞ്ഞിരുന്നോ? നാളെ ഇഡലിക്ക് അരയ്ക്കാൻ 1/2 കിലോ ഉഴുന്ന പരിപ്പൂടെ വേണാച്ച എന്ന് പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞ് അച്ഛൻ കടയിലേക്ക് ഇറങ്ങി പോകുന്ന സമയത്താണ് നമ്മുടെ അയ്യപ്പൻ 8 കാലില് വീട്ടിലേക്ക് എത്തുകയാണ്. മാഷേ, എന്താ അയ്യപ്പാ, ഈ കോലത്തില ഈ വീട്ടിലേക്ക് കയറി വന്നു പോരുതെന്ന് ഞാൻ തന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ. മാഷ് എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ്. ഇതെന്താ സംഭവം എന്നറിയാതെ. നിങ്ങള് മുന്നിൽ വന്ന് നിന്നാ വഴി മാറി പോകുന്നവനാണ് ഈ അയ്യപ്പൻ. പക്ഷെ നേരെ വന്ന് കാണാതെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാ എന്ന് പറഞ്ഞു. മക്കളുടെ കാര്യം പറയുമ്പോ അച്ഛനമ്മമാരുടെ നെഞ്ചു പൊട്ടും. എന്റെ മകളുടെ കാര്യത്തിൽ ഇനിയെങ്കിലും എനിക്കൊരു തീർപ്പുണ്ടാക്കണം. മാഷ് തീർപ്പുണ്ടാക്കി തരണം. ഇതെന്താ സംഭവം എന്ന് മാഷ് മനസ്സിലായില്ല. മാഷിന്റെ മുറ്റത്ത് തെങ്ങടിച്ച പന വീഴുമെന്ന് പറയുന്നത് 3 ആൺമക്കളാ. പെൺമക്കളുള്ളവർ തന്തമാരുടെ സങ്കടം മാഷിന് മനസ്സിലാവില്ല. അയ്യപ്പൻ ബോധത്തോട് വാ, അപ്പൊ സംസാരിക്കാം. എനിക്കൊരു ബോധക്കേടുമില്ല. നിങ്ങൾ ഇളയ മോനെ വിളിക്ക, അവന്റെ മുന്നിൽ വെച്ച് ചില ചോദ്യം ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞു. നിങ്ങളോട് പോയിട്ട് വരാൻ ബോധത്തോട് വരാൻ പറഞ്ഞില്ലേ, വെറുതെ വീട്ടിൽ കയറി അലമ്പുണ്ടാക്കാണോ എന്ന് ചോദിച്ചു ശ്രീജ. അയ്യോ, അലമ്പുണ്ടാക്കിയത് ഞാനല്ല, ഇവിടത്തെ ഇളയവനാ. എന്റെ വീട്ടിൽ കയറി എന്റെ മോക്ക് വന്ന ആലോചന അവൻ മുടക്കി. അതാ. എന്നിട്ട് അതിന് കാരണം ചോദിച്ചപ്പോ എന്താ പറഞ്ഞെന്നറിയാവോ? അവളെ ഇഷ്ടമാണത്രേ, അങ്ങനെയാ പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പൊ വേദയുടെ മുന്നിൽ ആകെ ഒരു നിശബ്ദതയായിരുന്നു കേട്ടോ. എന്താ സംഭവിച്ചത് എന്നറിയാതെ. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരാണ്. നമ്മുടെ അയ്യപ്പൻ നല്ല സൂപ്പർ തല്ലൊക്കെ മേടിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്ത ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.